വെഡ്ഡിങ്ങിനും കൂടി ഇയാളായിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ കംഫർട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ബ്രൈഡ് എന്നെ വിളിച്ചേ. ആളുടെ എൻഗേജ്മെൻറ്റ് വർക്കും നമ്മളായിരുന്നു കേട്ടോ. ആളുടെ ഒരു സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ ഫേസ് മേക്കപ്പിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. നമ്മൾ എൻഗേജ്മെൻറ്റ് നമ്മൾ ചെയ്തു കൊടുത്തപ്പോൾ ആൾക്ക് ഓക്കെ ആയിരുന്നു, പിമ്പിൾസ് ഒന്നും വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾക്ക് ധൈര്യം കേട്ടോ നമ്മളെ വിളിക്കാൻ. ഫേസ് മേക്കപ്പോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ. ആൾക്ക് റെഫറൻസ് ആയിട്ട് ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് വേണമെന്നില്ല, നോക്കിയിട്ട് എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞ്. വാലിട്ട് കണ്ണെഴുതി ക്യൂട്ട്നെസ്സിന് കുഞ്ഞു പൊട്ടും വെച്ചു കേട്ടോ. ഞാനൊരുക്കിയ ബ്രൈഡ്സിൽ കാണാത്തൊരു സാരി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സാരിയിൽ ഒരുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ഉടുപ്പിക്കാനും പറ്റിയിട്ട് നമുക്ക്. എൻ്റെ അധികം ബ്രൈഡ്സും സ്കിൻ ടോൺ മേക്കപ്പ് ആണ്ടോ പ്രിഫർ ചെയ്യാറ്. എനിക്കും അത് തന്നെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ മേക്കപ്പ് വേണം, അതുപോലെ പുട്ടി ഫീല് പറ്റില്ല അങ്ങനെ പറയുന്നവരാണ്ടോ ഒട്ടുമിക്ക ബ്രൈഡ്സും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആകുമ്പോൾ ഒരുപാട് പുട്ടി ഫീൽ ആണെങ്കിലും ഫൗണ്ടേഷൻ ഇട്ട പോലെ ഒന്നും തോന്നില്ല. അപ്പം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് പ്രിഫർ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കേട്ടില്ലേ, നമ്മളെ ഈ ബ്രൈഡ് 100% ഹാപ്പിയാണ് കേട്ടോ. ആൾക്ക് സൈഡ് പാർട്ടീഷനാണ് എടുത്തിരുന്നത്. പിന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തു. ബാക്കിൽ നമ്മൾ റെഡ് ഫ്ലവറും കൂടി ആഡ് ചെയ്തു കേട്ടോ. അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓൾ കേരള സർവീസാണ് കേട്ടോ ചെയ്യുന്നത്. ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ എഴുതി കൊടുക്കാവേ.